അമ്മേ, ഞാൻ പോകുന്നു. ഉമ്മറത്ത് നിന്ന് ബീന വിളിച്ചു പറഞ്ഞു. മോളെ പോകല്ലേ? ഒരു 10 മിനിറ്റ് ഇപ്പൊ തരടേ. വേണ്ടമ്മേ, ഇനി നിന്ന വണ്ടി കിട്ടില്ല. മഴയായതുകൊണ്ട് നിന്ന് തിരയാനും സമയമുണ്ടല്ലോ. ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചോളാം. ചെരുപ്പെടുത്ത് ഇടുന്നതിനോടൊപ്പം അത്രയും ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ച് ചെരുപ്പ് കാലിൽ ഇട്ട ശേഷം ബാഗ് നേരെയാക്കി അവൾ വേഗം പുറത്തേക്ക് നടന്നു. അടുക്കളയിൽ നിന്ന് അവളുടെ അമ്മ ഉമ്മറത്തേക്ക് വന്നു. കയ്യിൽ കറി ഇളക്കിക്കൊണ്ടിരിക്കുന്ന തവി ചേർത്ത് തലയിൽ വെച്ച് അവർ നിരാശയോടെ പറഞ്ഞു, ഷോ എന്ന് പറഞ്ഞു. ഈ കുട്ടി ഇതൊന്ന് ഇങ്ങനെ പോയാൽ ഇതിന്റെ വയർ കത്തില്ലേ? ഒന്നും കഴിക്കാൻ കൊണ്ടുപോകുകയുമില്ല. എന്നാൽ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ഒരു വറ്റ് കഴിക്കണ്ടേ? ബീനയോട് നളിനി പിറുപിറുത്തുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി. കുറച്ചു മുമ്പ് പിറുപിറുത്തുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു പോയത് ബീനയുടെ അമ്മ നളിനിയാണ്. പാലക്കാടുള്ള നല്ലൊരു നായർ തറവാട്ടിലായിരുന്നു നളിനി ജനിച്ചത്. ജോലിക്ക് ആ നാട്ടിലേക്ക് വന്ന ശേഖരപിള്ളയുമായി നളിനി പ്രണയത്തിൽ ആവുകയായിരുന്നു. എന്നാൽ വീട്ടുകാർ ആ ബന്ധത്തിൽ അത്ര സന്തുഷ്ടർ ആയിരുന്നില്ല. മാന്യമായി ഒരു ജോലി ഉള്ളതുകൊണ്ട് തന്നെ അയാൾ അവളുടെ തറവാട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചു. എന്നാൽ സർക്കാർ ജോലിക്കാരൻ അല്ലാത്തതും ചെറുക്കന് സാമ്പത്തികമായി പിന്നോക്കം ആയതും അവരെ വല്ലാതെ ചൊടിപ്പിച്ചു. പ്രണയം നിറഞ്ഞ് വിങ്ങിയ ആ യൗവനം അവർക്ക് മറ്റു മാർഗങ്ങൾ തന്നെ സ്വീകരിക്കേണ്ടി വന്നു. എല്ലാ കഥകളിലെയും പോലെ ഇരുവരും അങ്ങ് ഒളിച്ചോടി. ഒടുവിൽ ശേഖരപിള്ള നളിനിയെ വിവാഹം ചെയ്തു. അതും അവളുടെ 20-ാം വയസ്സിൽ. ശേഖരപിള്ളയ്ക്ക് വീട്ടിൽ ആകെ ഉള്ള ഒരു കൂട്ട് അയാളുടെ അമ്മ മാത്രമായിരുന്നു. പിന്നെ ഉള്ളത് ഒരു ചങ്ങാതിയായിരുന്നു, ഭാസ്കരൻ. നളിനി പത്തനംതിട്ടയിലെ ഗ്രാമത്തിൽ ആയതുകൊണ്ട് ഏതാനും നാളുകൾ കഴിഞ്ഞു ഭാസ്കരൻ ദുബായിക്ക് വിസ റെഡിയായി പോയി. അതോടെ ശേഖരപിള്ളയ്ക്ക് അമ്മയും നളിനിയും മാത്രമായി കൂട്ട്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നളിനിക്ക് ഒരു പെൺകുട്ടി ജനിച്ചു. പേര് ഹർഷ. അവൾ ബീനയുടെ ചേച്ചിയാണ്. എന്നാൽ ഒരു ആൺകുഞ്ഞിനെ ആഗ്രഹിച്ച് വീണ്ടും ശേഖരൻ നളിനിയെ ശരിക്കും പറഞ്ഞാൽ രാവും പകലുമില്ലാതെ നളിനിയിൽ ആവേശം കൊണ്ട്. പിന്നീട് നളിനി വീണ്ടും ഗർഭിണിയായി. അതിൽ ബീനയും ജനിച്ചു. 1.5 വയസ്സ് വ്യത്യാസത്തിൽ രണ്ടാളും ഒരു വീട്ടിൽ വളർന്നു. ക്ഷയിച്ച നായർ തറവാട് തന്നെയായിരുന്നു ശേഖരൻപിള്ളയുടെയും. ഒരു ആൺസന്തതിക്ക് വേണ്ടിയാണ് ശേഖരൻപിള്ള നളിനിയെ വീണ്ടും പ്രലോഭിച്ചത്. എന്നാൽ വീണ്ടും പെണ്ണ് തന്നെയാണ് ജനിച്ചത്. തന്റെ കാലശേഷം തന്റെ തലമുറ ഇവിടെ അവസാനിക്കുമെന്ന് അയാൾ ഭയപ്പെട്ടു. എന്നാൽ അടുത്ത സന്തതി എങ്കിലും ആണാകണം എന്ന് അയാൾ ആഗ്രഹിച്ചു. ലീവിന് നാട്ടിലേക്ക് വരുന്ന ശേഖരൻപിള്ളയ്ക്ക് വഴിമധ്യേ അപകടമുണ്ടായതാണ്. അതോടെ അയാളുടെ അരയുടെ കീഴ്പോട്ട് തളർന്നു പോവുകയും ചെയ്തു. അതിനിടയിൽ കുടുംബം ദാരിദ്ര്യത്തിൽ കൂമ്പുകുത്തുന്ന അവസ്ഥ. ഈ സമയത്താണ് ഒരു ദൈവദൂതൻ പോലെ ഭാസ്കരൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാസ്കരൻ തിരിച്ചു വരുന്നതും. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ അവസ്ഥ കണ്ടപ്പോൾ അയാൾക്ക് വിഷമം ഒന്നും തന്നെ തോന്നിയില്ല. കാരണം നിലവിലെ ജോലിയിൽ അയാൾ അഹങ്കാരം പിടിച്ച് ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു. ഒന്നുമല്ലാത്ത ദുബായിക്ക് പോയ അയാൾ പല വഴികളിലൂടെയും പണം സമ്പാദിക്കാൻ തുടങ്ങി. പണം ആവോളം സമ്പാദിച്ചപ്പോൾ അയാൾക്ക് അത് തന്നെ ഒരു ഭ്രാന്തായി മാറി. എത്ര കിട്ടിയിട്ടും മതിവരാത്ത ഭ്രാന്ത്. അയാളിലെ മനുഷ്യൻ അയാളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. അയാൾക്ക് വേണമെങ്കിൽ 2-3 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരാമായിരുന്നു. പക്ഷെ പണം എന്നുള്ള ചിന്തയിൽ അതെല്ലാം അയാൾ മറന്നു. നല്ല പ്രായത്തിൽ അയാൾ കല്യാണം പോലും കഴിച്ചില്ല. എന്നാൽ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള സ്ത്രീകളുമായിട്ടുള്ള പരബന്ധം അയാൾക്കുണ്ടായിരുന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ ശേഖരന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ അയാൾ പരമാവധി അയാളെ കാണുവാൻ പോകാതെ മാറി നിന്നു. എന്നാൽ ബസ്സിൽ പോകുമ്പോൾ യാദൃശ്ചികമായാണ് അയാൾ നളിനിയെ കണ്ടത്. അവൾ അപ്പോൾ നല്ലപോലെ ശരീരം പുഷ്ടി പിടിപ്പിച്ചിരുന്നു. ശേഖരന്റെ കിടപ്പിൽ ആയതോടെ നളിനി ശരിക്കും ഉപയോഗമില്ലാത്ത പറമ്പ് പോലെയായി. പക്ഷെ വിളവിറക്കാൻ 100 മേനി കൊയ്യാൻ പറ്റും എന്ന പോലത്തെ ശരീരമായിരുന്നു അവളിലുള്ളത്. ആ സൗന്ദര്യത്തിന് മുന്നിൽ ഭാസ്കരൻ ഒരു നിമിഷം പകച്ചു നിന്നുപോയി. അവൾക്ക് അപ്പോൾ വെറും 38 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അപ്പോൾ തന്നെ 2 കുട്ടികളുടെ അമ്മയായി. പക്ഷെ അവളെ കണ്ടാൽ അങ്ങനെ പറയുന്നില്ല. കുട്ടികൾക്ക് ഒരാൾക്ക് 6 വയസ്സും മറ്റൊരാൾ 7 വയസ്സും ആകുമ്പോഴാണ് ശേഖരൻപിള്ളയ്ക്ക് അപകടമുണ്ടായത്. പിന്നീട് കുട്ടികളെ നോക്കാൻ നളിനി വളരെ പ്രയാസപ്പെട്ടു. ആകെയുള്ള വരുമാനം ഒരു തയ്യൽ മിഷനും പിന്നെ 2 പശുക്കളും ആയിരുന്നു. ശേഖരൻപിള്ളയുടെ ചികിത്സയ്ക്ക് ഒരു വഴി ഇല്ലാതെ വന്നപ്പോഴാണ് വസ്തു വിൽക്കാൻ തീരുമാനിച്ചത്. പിന്നീട് ചികിത്സ ഫലം ചെയ്യാതെ വന്നു. കയ്യിലുള്ള പൈസയും പോയി.
അതുവരെ തന്റെ സുഹൃത്തിനെ കാണാൻ പോകണ്ട എന്ന് കരുതിയ ഭാസ്കരന് മനസ്സിൽ ദുർമോഹങ്ങൾ കടന്നു വന്നു. അയാൾ എന്തോ ആലോചിച്ച് എന്ന വണ്ണം വീട്ടിലേക്ക് പോയി. ഒരു പെട്ടിയിൽ കുറേ സാധനങ്ങൾ പാക്ക് ചെയ്തു ശേഖരൻപിള്ളയുടെ അടുത്തേക്ക് ചെന്നു. കിടപ്പിലായിരുന്ന ശേഖരൻപിള്ളയ്ക്ക് ഭാസ്കരെ കണ്ടപ്പോൾ വല്ലാതെ കരഞ്ഞു. ഭാസ്കരൻ തന്നിലെ മൃഗത്തെ തൽക്കാലം തടങ്കിൽ വെച്ച് പഴയ ഭാസ്കരനായി അയാളുടെ മുന്നിൽ അഭിനയിച്ചു. ശേഖരൻ പറഞ്ഞു, എത്ര നാളായി നിന്നെ കണ്ടിട്ട്, നീ എന്നാ നാട്ടിൽ വന്നത്? ഭാസ്കര, ഞാൻ വന്നിട്ട് കുറച്ചായി. അപ്പോഴും നിന്റെ അവസ്ഥ അറിഞ്ഞത്. അപ്പോഴാണ് നളിനി അങ്ങോട്ട് കയറി വന്നത്. കണ്ടാൽ നമ്മളുടെ പഴയ നായിക ദേവയാനിയെ പോലെ തന്നെ തോന്നും. അധികം ഉയരയില്ലെങ്കിലും എല്ലാം അത്യാവശ്യത്തിന് നല്ല മുഴുപ്പുണ്ട്. അവൾ ഭാസ്കരനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ശേഖരന്റെ അടുത്ത് വന്ന് ഗ്ലാസ്സിൽ ഒരു ഗുളികയും വെള്ളവും കൊടുത്തു. അരയ്ക്ക് താഴോട്ട് തളർന്നു പോയതുകൊണ്ട് കൈകൊണ്ട് തെള്ളി നീങ്ങിയാണ് ശേഖരൻ ബെഡിൽ ചാരിയിരിക്കുന്നത്. നളിനിയുടെ കണ്ണുകൾ ഈറനണിയുന്നത് ഭാസ്കരൻ ശ്രദ്ധിച്ചു. ശേഖരൻ പറഞ്ഞു, ആ തുടങ്ങിയല്ലോ. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയരുത് എന്ന്. ഭാസ്കര, എടാ ഇതിപ്പോ എത്ര കൊല്ലമായി ഇങ്ങനെ? ശേഖരൻ, ഇപ്പൊ കുറച്ചും കൂടി ആയി. ഉള്ള പറമ്പെല്ലാം വിറ്റ് തുലച്ച് ചികിത്സയ്ക്കായി. ജീവൻ മാത്രം നിലനിൽക്കുന്നു, അത്രമാത്രം. ഭാസ്കരൻ പറഞ്ഞു, നമുക്ക് വേറെ ആശുപത്രി വല്ല നോക്കിയാലോ? ഈ വീട്ടിൽ ആകെ ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും, 2 മക്കളും മാത്രം. ഭാസ്കരൻ പറഞ്ഞു. ശേഖരൻ പറഞ്ഞു, അത് ഈ വീഴ്ചയ്ക്ക് മുമ്പേ പോയി എൻ്റെ അമ്മ. അതേതായാലും ഒരു വിധത്തിൽ നന്നായി. ഈ കിടപ്പ് അവർക്ക് കാണേണ്ട അവസ്ഥ വന്നില്ലല്ലോ. നളിനി പറഞ്ഞു, മതി, ഇങ്ങനെ പഴയത് പറഞ്ഞിരുന്നാൽ ഉള്ള സമാധാനം കൂടി പോയി. ഭാസ്കരൻ, എടാ പൈസ നീ നോക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി നോക്കിയാലോ? ശേഖരൻ പറഞ്ഞു, എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. അങ്ങനെ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ എപ്പോഴോ റെഡി ആയിരുന്നേ. ഇത് കയ്യിലുള്ള എല്ലാം വിറ്റ് ചികിത്സയ്ക്കുമായി. ഇനി ഒന്നും ബാക്കിയില്ല. വെറുതെ നിന്റെ സമ്പാദ്യം തുളയ്ക്കേണ്ട കാര്യമില്ല. ഭാസ്കരൻ പറഞ്ഞു, എടാ അത്. അപ്പോഴേക്ക് ശേഖരൻ കൈകൾ ഉയർത്തി വേണ്ട എന്ന രീതിയിൽ ഭാസ്കരനോട് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ കയ്യിലുണ്ടായിരുന്ന പൊതികൾ നളിനിയുടെ നേർക്ക് നീട്ടി. അവൾ ശേഖരനെ ഒന്ന് നോക്കി. ശേഖരൻ വാങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. നളിനി അത് വാങ്ങി കയ്യിൽ പിടിച്ചു. ഭാസ്കരൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഈ പ്രവാസ ജീവിതമില്ലേ, ഞാൻ ശരിക്കും ആഘോഷിക്കുകയായിരുന്നു. നാട്ടിലെ കാര്യങ്ങൾ ഒന്നും തന്നെ ഞാൻ അറിഞ്ഞില്ല. അവിടുത്തെ തിരക്കുകളിൽ ഓടി നടന്ന് നാടുമായുള്ള ബന്ധം തന്നെ വിട്ടുപോയി. അപ്പം നളിനി ചോദിച്ചു, ഭാസ്കരേട്ടന്റെ ഭാര്യയൊക്കെ? ഭാസ്കരൻ അതിന് മറുപടി ഒരു ചിരിയായിരുന്നു. ശേഖരൻ ചോദിച്ചു, എന്താടാ, എന്തു പറ്റി? ഓഹോ, അതും ഒന്നും നടന്നില്ല. സത്യത്തിൽ ഞാനതൊന്നും നോക്കിയില്ല. ജോലി കിട്ടുന്ന പൈസയൊക്കെ അടിച്ചങ്ങ് പൊളച്ചു. ശേഖരൻ, എന്റെ അവസ്ഥ കണ്ടില്ലേ? ഇങ്ങനെ ഒരു അവസ്ഥയിൽ നോക്കാൻ ഒരു പെണ്ണെങ്കിലും ഉണ്ട്. നിനക്ക് വേണ്ടേ ഒരു തുണ? ഭാസ്കരൻ, വയസ്സിപ്പോ 40 കഴിഞ്ഞു. ഇനി ഏത് പെണ്ണ് വരുമടാ? ശേഖരൻ, എടാ പൈസ ഉണ്ടാക്കുന്നത് മാത്രമാണോ സന്തോഷം? ഭാസ്കരൻ പറഞ്ഞു, അറിയാം, പക്ഷെ എല്ലാം ഉണ്ടായിട്ട് എനിക്കൊരു കഷ്ണം ഭൂമി തന്നിട്ട് ഇറക്കി വിട്ടതാണ്. അന്ന് ഞാൻ അത് വിറ്റു. ദുബായിക്ക് പോകുമ്പോൾ മനസ്സിലെടുത്ത തീരുമാനമാണ് നല്ല ഒരു പണക്കാരനാകണം എന്ന്. ഇപ്പൊ അത്യാവശ്യം പണമൊക്കെ ഉണ്ട്. പിന്നെ വന്നിട്ടാണ് നിന്റെ അവസ്ഥ അറിഞ്ഞത്. ആദ്യം തന്നെ അവിടെ ഒരു വീട് ഞാൻ വിലയ്ക്ക് വാങ്ങിയിരുന്നു. പലപ്പോഴും അവിടെ നിന്ന് പൈസ ഉണ്ടാക്കിയത് അതിനു വേണ്ടിയായിരുന്നു. പലപ്പോഴായി ക്യാഷ് കൊടുത്ത്. ഇപ്പൊ അത് എന്റെ പേരിലായി. പിന്നെ ഒരു കാർ ബുക്ക് ചെയ്തു. ഇനിയുള്ള നാളുകൾ അങ്ങനെ പോകട്ടെ എന്ന് കരുതി. നിന്നെ ഈ അവസ്ഥയിൽ കണ്ടതിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാർ വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്തോളാം. നമുക്ക് നിന്റെ ട്രീറ്റ്മെന്റ് അത് തന്നെ എടുക്കാം.